ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരു മൂകാംബി യാത്ര പോവാണ് കേട്ടോ. ഇപ്പം ഒരുപാട് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മൂകാംബി യാത്ര ചെയ്യുന്നുണ്ട്. അതിൽ കൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സാധാരണ നേത്രാവതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരുപാട് അനുഭവങ്ങളുണ്ടായി. അതിനുശേഷം ഞങ്ങൾ AC കമ്പാർട്ട്മെൻറ്റിൽ മാത്രമാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ സേഫുമാണ്. പിന്നെ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അധികം തിരക്കൊന്നുമില്ല. AC കമ്പാർട്ട്മെൻറ്റിൽ 3 ടയർ AC ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് മംഗലാപുരത്തേക്കാണ് കേട്ടോ. മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിൻ പിടിച്ച് മൂകാംബിയെ പോകാനുള്ള പ്ലാനാണ്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ഞങ്ങൾ മംഗലാപുരം എക്സ്പ്രസ്സിലാണ് കയറിയത്. രാത്രി 8:55 കേട്ടോ ഇവിടെ നിന്ന് തിരിക്കുന്നത്. ഒരാൾക്ക് 950 രൂപയാണ് ചാർജ് ആയത് 3 ടയർ ACക്ക്. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് ഈ ഒരു യാത്രയിലുണ്ടായിരുന്നത് കേട്ടോ. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടടുപ്പിച്ച് മംഗലാപുരം സെൻട്രലിലാണ് ഈ ട്രെയിൻ എത്തുന്നത്. മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എത്തിയതിനു ശേഷം ഞങ്ങൾ അടുത്ത ട്രെയിൻ പിടിക്കാൻ വേണ്ടിയിട്ട് മംഗലാപുരം ജംഗ്ഷനിലോട്ടാണ് വന്നത്. മംഗലാപുരം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സെൻട്രലിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു ആട്ടോ പിടിച്ചാണ് ഞങ്ങളിവിടെ എത്തിയത് കേട്ടോ. അങ്ങനെ പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം 12-1 മണി ആയിട്ടുണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കയറി ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങളുടെ അടുത്ത ട്രെയിന് 2 മണിക്കാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഫുഡ് കഴിക്കാനും കടയിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനുള്ളിലോട്ട് പോയി. കറക്റ്റ് 2 മണിക്ക് തന്നെ ട്രെയിൻ എത്തുമെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ നിന്ന് ഉള്ള ട്രെയിനെന്ന് പറഞ്ഞാൽ മംഗലാപുരം മുംബൈ എക്സ്പ്രസ് ആണ്. 2 മണിക്ക് തിരിച്ച് ഏകദേശം 4:30 അടുപ്പിച്ചിട്ടാണ് ബൈന്ദൂർ സ്റ്റേഷനിലെത്തുന്നത്. ഇതിന് നമുക്ക് ചിലവായത് ഒരാൾക്ക് ഏകദേശം 175 രൂപ അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ സ്ലീപ്പർ ക്ലാസ്സാണ് എടുത്തു പോയിട്ടോ. എന്ന് വെച്ചാൽ അധികം ക്ഷീണം തോന്നണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കിടന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് സ്ലീപ്പർ കോച്ചാണ് എടുത്തത്. അങ്ങനെ ഞങ്ങൾ നേരെ കറക്റ്റ് 4:30 മണിയായപ്പം ബൈന്ദൂർ സ്റ്റേഷനിലെത്തി. ബൈന്ദൂർ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണ് കേട്ടോ ഞങ്ങൾ പോയത്. ഓട്ടോയ്ക്ക് ചിലവായത് 600 രൂപയാണ്. ഞങ്ങൾക്ക് പരിചയമുള്ളൊരു ചേട്ടൻ ഉണ്ടായിരുന്നില്ല, പുള്ളിക്കാരൻ്റെ ഓട്ടോ പിടിച്ചാണ് പോയത്. നല്ലൊരു യാത്രയായിരുന്നു ഓട്ടോയിൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം 5:30 മണിയോട് അടുപ്പിച്ച് മൂകാംബികയിലെത്തി കേട്ടോ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് ഞാൻ താമസിക്കാൻ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ നടയിൽ നിന്ന് ഏകദേശം 100 മീറ്റർ മാറിയിട്ട് അമ്മ ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാ വർഷവും വരുമ്പോൾ എടുക്കുന്നൊരു ഗസ്റ്റ് ഹൗസാണ്. ചെറിയൊരു ലോഡ്ജാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ചേട്ടനും കൂടെയാണ്. ഞങ്ങളോട് ഒരു 3 ബെഡിൻ്റെ റൂമാണ് പറഞ്ഞത്, AC റൂമാണ് പറഞ്ഞത്. AC റൂമിന് ഞങ്ങൾക്ക് റേറ്റ് ആയത് ഒരു ദിവസം 1200 രൂപയാണ്. ഞങ്ങൾ 2 ദിവസത്തേക്കാണ് റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. സ്ഥിരം വരുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വൃത്തി കാര്യങ്ങളുള്ള റൂമായിരുന്നു. തിരക്കില്ലാത്ത സമയം കൂടെ ആണ് കേട്ടോ ഈ ഒരു റേറ്റിന് കിട്ടിയത്. അല്ലെങ്കിൽ AC റൂം നമുക്ക് ഏകദേശം ഒരു 2500 രൂപയ്ക്ക് മുകളിലാവും. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഈ ഒരു ലോഡ്ജിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിൻ്റെ അന്നദാന മണ്ഡപം കാണാൻ പറ്റും. അത്രയ്ക്ക് അടുത്താണ്. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ആദ്യം വന്ന ഷോപ്പിങ്ങിനാണ്. വീട്ടിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോഴേ ശിവാനി അമ്പാടി ഷോപ്പിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഫ്രഷായിട്ട് ഉടനെ ഷോപ്പിങ്ങിന് വന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അലമ്പാവും കേട്ടോ. പ്രത്യേകിച്ച് അമ്പാടിക്ക് ടോയ്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവന് ഭയങ്കര പ്രശ്നമാണ്, കരച്ചിലും ബഹളമൊക്കെയാവും. അങ്ങനെ നേരെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഫാൻസി സ്റ്റോറിൽ തന്നെ കയറി എല്ലാ സാധനങ്ങളും പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഗണേഷ് ഗ്രാൻഡ് എന്ന് പറയുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് പോയത്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം വന്നാലും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് ഇവിടുത്തെ ഫുഡ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് അവരുടെ സ്പെഷ്യൽ മസാല ദോശയും അതുപോലെ തന്നെ പൂരി മസാലയാണ്. അങ്ങനെ ഞങ്ങളിന്ന് പൂരി മസാലയാണ് ഓർഡർ ചെയ്തത്. ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചിട്ട് വേണം നേരെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ലൈറ്റായിട്ട് കഴിക്കേണ്ട കാരണം വേറെ ഒന്നുമില്ല, ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ്. അങ്ങനെ നല്ലൊരു പൂരി മസാല കഴിച്ചു കേട്ടോ. ഇവിടുത്തെ പൂരി മസാലയോടെ കിട്ടുന്ന മസാല ഒരു പ്രത്യേക രുചിയാണ്. മസാലയും ചമ്മന്തിയും പിന്നെ ഒരു കൂട്ടുകറിയും കൂടെ ഇതിൻ്റെ കൂടെ അവർ സെർവ് ചെയ്യുന്നുണ്ട്. പൂരി മസാല കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം മസാല ദോശ കഴിക്കണമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു മൈസൂർ മസാല ദോശയും കൂടെ പറഞ്ഞായിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മസാല ദോശയ്ക്കകത്ത് ഒരുപാട് ചട്നി അവർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ഐറ്റം മാത്രമേ ഞങ്ങൾ ഇവിടെ വന്നാൽ കഴിക്കാറുള്ളൂ. അമ്പാടിക്ക് മസാല ദോശ വലിയ ഇഷ്ടമുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് നിന്ന് കഴിച്ചു. മസാല എടുത്തു പറയേണ്ടതാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് അതിനുള്ളിൽ അവർ ആഡ് ചെയ്തിരിക്കുന്ന ചട്നിയാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെ മസാല ദോശയും പൂരി മസാലയൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. ഞങ്ങൾ ജനുവരി മാസത്തിലാണ് അമ്പലത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. സാധാരണ എല്ലാ വർഷവും ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വരാറുള്ളത്. മഴ സമയം ആയതുകൊണ്ടും പിന്നെ സ്കൂൾ ടൈം ആയതുകൊണ്ടും ആ സമയങ്ങളിൽ വലിയ തിരക്ക് കാണാറില്ല. പക്ഷേ ഇന്ന് വന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പതുക്കെ ക്യൂവിലോട്ട് കയറി. ക്യൂ വളരെ സ്ലോ ആയിട്ട് പോകണമെങ്കിലും ഞങ്ങൾക്ക് ഇന്ന്
തന്നെ തൊഴാൻ പറ്റുമെന്നുള്ള ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സമയത്തിന് ശേഷം ഞങ്ങൾക്ക് അമ്പലത്തിൽ തൊഴാൻ പറ്റി. തൊഴുതിറങ്ങിയപ്പോഴത്തേക്ക് ഒരുപാട് സമയമായിട്ടോ, എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു. തൊഴുതിറങ്ങി അമ്പലത്തിനകത്ത് നിന്നപ്പോൾ തന്നെ ദേവിയെ പുറത്ത് എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അങ്ങനെ അതും കണ്ട് ഒരുപാട് സമയം അമ്പലത്തിൻ്റെ അകത്ത് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു കേട്ടോ. ദേവിയുടെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാർ അമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നത് കാണാമായിരുന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അമ്പലത്തിനുള്ളിൽ നിൽക്കാൻ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഒരുപാട് സമയം നമ്മൾ അമ്പലത്തിനുള്ളിൽ തന്നെ നിന്നു. അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അന്നദാന മണ്ഡപത്തിലേക്കാണ്. മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചയ്ക്കും രാത്രിയും അന്നദാനം കഴിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം തിരക്കില്ല കേട്ടോ. ഉച്ച സമയത്താണ് നല്ല തിരക്കുണ്ടാവുക, ഒരുപാട് ക്യൂ വരാറുണ്ട്. അങ്ങനെ ഒരു ടൈമിൽ ഞങ്ങളങ്ങനെ കഴിച്ചിട്ടുണ്ട്, ഒരുപാട് സമയം ക്യൂ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പം രാത്രി ആയിരുന്നാലും ചോറും സാമ്പാറും രസമൊക്കെയാണ് അവരുടെ സെർവ് ചെയ്യുന്നത്. പല ആൾക്കാരും പറയുണ്ടായി രാവിലത്തെ, അതായത് ഉച്ചയ്ക്കുള്ള ഊണ് തന്നെയാണ് രാത്രി അവർ സെർവ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഉച്ചയ്ക്കും രാത്രിയും അവർ സെപ്പറേറ്റാണ് ഫുഡ് മേക്ക് ചെയ്ത് വയ്ക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇവിടെ അന്നദാനം കഴിക്കാൻ വന്നാലും നല്ല ചൂടോടുകൂടി കഴിക്കാൻ പറ്റും. നല്ല സ്വാദാണ് കേട്ടോ. സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെ വരുമ്പോഴെല്ലാം അന്നദാനം കഴിക്കാറുണ്ട്. ഇവിടെ നിന്ന് അന്നദാനം കഴിച്ചവർക്ക് അറിയാൻ പറ്റും അവിടുത്തെ ആ ഒരു ഫുഡിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ. പ്രത്യേകം എടുത്ത് പറയേണ്ടത് അവരുടെ മധുരമുള്ള സാമ്പാറും അതുപോലെ തന്നെ മധുരമുള്ള രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അന്നദാനമൊക്കെ കഴിച്ചു. അമ്പാടിക്ക് ശിവാനിക്ക് വലിയ ഇഷ്ടമുണ്ട് ഇവിടുത്തെ അന്നദാനം. അതുപോലെ തന്നെ രാത്രിയിലത്തെ അന്നദാനത്തിന് പായസം ഉണ്ടാവത്തില്ല കേട്ടോ. രസവും സാമ്പാറും അതുപോലെ തന്നെ നല്ല തൈരുമാണ് രാത്രിയിലത്തെ അന്നദാനത്തിനുള്ളത്. സാമ്പാറും തൈരും പ്രത്യേക ഒരു കോമ്പിനേഷനാണ് കേട്ടോ. പായസം രാത്രിയിലത്തെ അന്നദാനത്തിന് മാത്രമേ ഇല്ലാതുള്ളൂ. ഉച്ചയ്ക്ക് നിങ്ങൾ അന്നദാനം കഴിക്കാൻ പറ്റും പായസം കൂടെ കിട്ടും കേട്ടോ. പായസം നല്ല അരി പായസമാണ്, നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ളത്, പ്രത്യേക രുചി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അന്നദാനമൊക്കെ കഴിച്ച് നേരെ അമ്പലത്തിൻ്റെ പുറകു വശത്ത് തന്നെയുള്ള മണ്ഡപത്തിൽ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസ് പ്രോഗ്രാമൊക്കെ കണ്ട് ഏകദേശം 10-11 കൂടി റൂമിൽ വന്നു. ഇനി രാവിലെ എണീറ്റ് അടുത്ത യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ്. അങ്ങനെ രാവിലെ എണീറ്റു നമ്മുടെ ലോഡ്ജിൻ്റെ അടുത്ത് തന്നെയുള്ള ചെറിയൊരു ചായത്തട്ടുണ്ടായിരുന്നേ, അവിടെ പോയി ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നാട്ടിലെ പോലെയല്ല ചായ, അവർ അതേ സമയം തന്നെ ഇട്ട് തരുന്ന ചായയാണ് കേട്ടോ. പക്ഷേ അവിടുത്തെ ചായ കുടിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു കുഞ്ഞ് ഗ്ലാസ്സിന് ഏകദേശം 15-20 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ചായ അത്രയ്ക്ക് ശരിയായിട്ടില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ സ്ഥിരം കുടിക്കുന്ന ചായ നമ്മൾ അടിച്ച ചായയിലെ കുടിക്കാറുള്ളത്. ഇതുപോലത്തുള്ള ചായകൾ അങ്ങനെ അധികം ഇഷ്ടപ്പെടാറില്ല. തമിഴ്നാട്ടിലും അതുപോലെ തിരക്കില്ലാത്ത ഭാഗങ്ങളിലൊക്കെ പോകുമ്പം ചായ അവരിങ്ങനെയാണ് ഇട്ട് കൊടുക്കാറുള്ളത്. എന്തായാലും രാവിലെ ചായയൊക്കെ കുടിച്ചു നേരെ റൂമിൽ പോയി എല്ലാവരും ഫ്രഷായുള്ള പരിപാടിയാണ്. ഫ്രഷായിട്ട് വേണം ഇനി നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള യാത്ര തുടങ്ങേണ്ട. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് രാവിലെ ജസ്റ്റ് അമ്പലത്തിലൊന്ന് പോയിട്ടോ. അമ്പലത്തിൽ രാവിലെ ഭയങ്കര വൈബ് തന്നെയാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൽ കയറി ഒന്ന് തൊഴാമെന്നും കൂടെ വിചാരിച്ചു. അപ്പം നമ്മൾ രാവിലെ ഒന്ന് തൊഴുതിട്ടാണ് നാട്ടിലോട്ട് വരാനുള്ള പ്ലാൻ ചെയ്ത്. അങ്ങനെ അകത്ത് കയറി ചെറിയൊരു പ്രദക്ഷിണമൊക്കെ ചെയ്തു. അപ്പോഴത്തേക്കും ഒരു രഥത്തിൽ ദേവിയെ കൊണ്ടുപോകുന്ന ഒരു ചടങ്ങും കൂടെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു. രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തൊഴുത് കഴിഞ്ഞിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നെ പോയി. അപ്പോൾ അതുപോലെ തന്നെ ഗണേശിലാണ് പോയത്. നിങ്ങൾക്ക് ഒരുപാട് കടകൾ അവിടെ സെലക്ട് ചെയ്യാൻ കേട്ടോ. ഞങ്ങൾ പോയി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കടയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു കടയിൽ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റും. 3-4 വർഷമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന കടയാണ്. ഞങ്ങൾക്ക് വയറിന് യാതൊരു പ്രോബ്ലവും അങ്ങനെയൊന്നും വന്നിട്ടില്ല. രുചിക്കും അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. സാധാരണ അപേക്ഷിച്ചിട്ട് വിലയിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും അത്യാവശ്യം വിലയുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. നമുക്ക് നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല വില കൊടുത്താലും വലിയ പ്രോബ്ലം കാണത്തില്ല. അപ്പോൾ എല്ലാവരും പറയേണ്ടത് നീ കഴിക്കാനാണോ മൂകാംബിയെ പോയെന്ന്. പക്ഷേ നമുക്ക് വരുന്ന ദിവസം മാത്രമല്ലേ ഫുഡ് കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിക്കണം. അതുകൊണ്ടാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഫുഡ് നമുക്ക് മെയിനാണ്. വയറിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആശുപത്രി പോകാനേ സമയം കാണത്തുള്ളൂ. ഫാമിലിയായിട്ട് പോകുമ്പോൾ എപ്പോഴും ഞാൻ കുറച്ച് നല്ല ഹോട്ടലിൽ മാത്രമേ കയറി ഫുഡ് കഴിക്കാറുള്ളൂ. എങ്കിലും തട്ടുകടകൾ മോശമൊന്നുമല്ല, നല്ല തട്ടുകടകളും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. റൂമിലെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അണ്ണനെയൊക്കെ കണ്ട് വളരെ നന്ദി പറഞ്ഞു കേട്ടോ. ഒരുപാട് വർഷം പരിചയമുള്ള ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഓട്ടോയൊക്കെ അറേഞ്ച് ചെയ്തു. ഓട്ടോയ്ക്ക് ചാർജ് ആവുന്ന 50 രൂപയാണ്. തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറിയിട്ട് മംഗലാപുരത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ഇവിടെ നിന്ന് ഒരുപാട് ബസ്സുകൾ മംഗലാപുരത്തേക്കുണ്ട്. മംഗലാപുരത്ത് നിന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം 6:50 മലബാർ എക്സ്പ്രസ്സിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഒരുപാട് സമയമെടുത്ത് നമുക്ക് യാത്ര ചെയ്യാനുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യുക. ടെൻഷൻ കൂടാതെ യാത്ര ചെയ്യുക. ഉച്ചയ്ക്ക് 11 മണിയോടുകൂടിയാണ് ഞങ്ങൾ ബസ്സിൽ കയറാൻ വന്നത്. 12 മണിക്കുള്ള ബസ്സിൽ കയറി ഏകദേശം
രൂപ സംതിങ് ആണ് കേട്ടോ ബസ്സിന് ഒരാൾക്ക് ഫെയർ ആവുന്നത്. നല്ല ഒരു ലോങ് ജേണിയാണ്. ആ ബസ്സിൽ ഒരുപാട് സീറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സീറ്റ് കിട്ടി. സുഖയാത്രയായിരുന്നു കേട്ടോ. ഏകദേശം 4 മണിക്കൂർ അടുപ്പിച്ചായി ഞങ്ങൾ നേരെ മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ഞങ്ങൾ ഫുഡാണ് ആദ്യം നോക്കിയത്. ഞങ്ങൾ മംഗലാപുരത്ത് ഈ 3-4 വർഷം കൊണ്ട് വരുമ്പോഴെല്ലാം അവിടുത്തെ ഒരു കാറ്ററിംഗ് സർവീസിൽ നിന്ന് ഫുഡ് വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഇവിടെ എല്ലാ തരത്തിലുള്ള ബിരിയാണി ഉണ്ടായിരുന്നു. മുട്ട ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണി, നെയ്ച്ചോറ്, വെജ് നൂഡിൽസ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ചിക്കൻ ബിരിയാണി വാങ്ങിയായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെ വെജ് നൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു എഗ് ബിരിയാണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാഴ്സൽ വാങ്ങി കേട്ടോ. അത്യാവശ്യം റേറ്റുണ്ട്. ആ സമയത്ത് ചിക്കൻ ബിരിയാണിക്ക് എനിക്ക് ഏകദേശം 190 രൂപയായി. അത് ചിക്കൻ്റെ വിലയുടെ കൂടുതൽ കാരണമാണെന്ന് അവർ പറഞ്ഞു കേട്ടോ. എന്തായാലും സ്ഥിരമായിട്ട് കഴിക്കുന്നിടത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പ്രത്യേക രുചിയാണ്. ഞങ്ങൾ മലബാർ എക്സ്പ്രസ്സിൽ തിരിച്ച് വന്നപ്പോൾ സെക്കൻഡ് AC വന്നത് കേട്ടോ. അതായത് തേർഡ് AC അധികം സീറ്റില്ലായിരുന്നു. സെക്കൻഡ് AC ഞങ്ങൾ ആദ്യത്തെ യാത്രയാണ്. ഒരാൾക്ക് ഏകദേശം 1420 രൂപയാണ് ചാർജ് ആയത്. എങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇരുന്ന് വരാൻ പറ്റുന്ന രീതിയിലാണ് അങ്ങനെ ബുക്ക് ചെയ്തത് കേട്ടോ. സാധാരണ ഞങ്ങൾ 3 ടയർ AC നോക്കിയപ്പോഴത്തേക്ക് മാറി മാറിയാണ് സീറ്റ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ മലബാർ എക്സ്പ്രസ്സിൽ സെക്കൻഡ് AC ആദ്യമായിട്ട് യാത്ര ചെയ്തു. ഭയങ്കര കംഫർട്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി 8 മണിയോടുകൂടി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. മംഗലാപുരത്തെ ചിക്കൻ ബിരിയാണി ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലബാർ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി അവരവിടെ സർവ് ചെയ്യുന്നത്. മലയാളികളാണ് കാറ്ററിംഗ് സർവീസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കാനും പറ്റും. വെജ് നൂഡിൽസ് ആയിരുന്നാലും നല്ല രുചിയുണ്ടായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് ഏറ്റവും കൂടുതൽ ദൂരം പോയിട്ടുള്ളത് ട്രെയിനിൽ മൂകാംബികയ്ക്കാണ്. ആദ്യം ഒരു തവണ പോയി കുറേ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ ഇപ്പം പോകണം കേട്ടോ. അങ്ങനെ മലബാർ എക്സ്പ്രസ്സിൽ ആ സെക്കൻഡ് AC അടിപൊളിയായിരുന്നു കേട്ടോ. വലിയ ബെഡായിരുന്നു. ഒരു സെക്ഷനിൽ 4 പേർക്ക് കിടക്കാനുള്ള ബെഡായിരുന്നു. എന്തായാലും കംഫർട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഉണ്ട്. മൂകാംബികയിൽ ഫാമിലിയായിട്ട് പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.